വിറ്റ്നസ് ടിവിയുടെ ജീവവചനത്തിലൂടെ അനുഗ്രഹീതരായ ദൈവദാസന്മാരുടെ വചന ശുശ്രൂഷകൾ നിങ്ങളിലേക്ക് എത്തിക്കുവാൻ കഴിയുന്നതിൽ ഞങ്ങൾ ദൈവത്തെ സ്തുതിക്കുന്നു. ഈ എപ്പിസോഡിൽ ദൈവവചനവുമായി എത്തിയിരിക്കുന്നത് റാന്നി സ്വദേശിയും ഇപ്പോൾ UK-യിൽ കർത്താവിൻ്റെ വേലയിലായിരിക്കുന്ന പാസ്റ്റർ ബാബുജി കണ്ണാടിക്കലാണ്. ഗോസ്പൽ ചാനലായിരിക്കുന്ന വിറ്റ്നസ് TV സബ്സ്ക്രൈബും ഷെയറും ചെയ്യുന്നതിലൂടെ നിങ്ങളും സുവിശേഷ വേലയിൽ പങ്കാളികളാകുകയാണ്. പ്രാർത്ഥനയോടെ നമുക്ക് ദൈവവചനം ശ്രവിക്കാം. സമയത്തെ ഓർത്ത് ദൈവത്തിന് മഹത്വം അർപ്പിക്കുന്നു. ഈ പ്രത്യേക ലൈവ് മെസ്സേജ് അത് ക്രമീകരിച്ചിരിക്കുന്ന പ്രിയ എൻ്റെ സ്നേഹിതൻ പാസ്റ്റർ സുനിയേക്കാട്, അദ്ദേഹത്തെ ഓർത്ത് ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. പ്രത്യേകിച്ച് ഞങ്ങൾ തമ്മിലുള്ള സ്നേഹബന്ധം നാളുകളായി കർത്താവ് ഒരുമിച്ച് ആയിരിക്കാനൊക്കെ കർത്താവ് സഹായിച്ചിട്ടുണ്ട്. ദൈവത്തിൻ്റെ കൃപ കർത്താവ് ഇത്രത്തോളമൊക്കെ ഭംഗിയായി തൻ്റെ മകനെ ഉപയോഗിക്കുന്നതായിരിക്കട്ടെ. ഈ ജീവവചനം എന്ന പ്രോഗ്രാമിലൂടെ എന്നെ ശ്രവിക്കുന്ന പ്രിയ ദൈവജനമേ, ദൈവത്തിൻ്റെ കരുതലിന് വേണ്ടി, ദൈവത്തിൻ്റെ കൃപയ്ക്ക് വേണ്ടി, ദൈവിക വിടുതലിന് വേണ്ടി ദൈവസന്നിധിയിൽ അടുത്തു ചെല്ലുന്ന ഓരോരോ സമയങ്ങളിലും ദൈവത്തിൻ്റെ പ്രത്യേക സാന്നിധ്യവും ദൈവത്തിൻ്റെ കൃപയും എല്ലാവരുടെ മേലും പകർന്ന് കഥാവ് നടത്തുന്നത് ഓർത്ത് ഞാൻ ദൈവത്തിന് മഹത്വം അർപ്പിക്കുന്നു. ഈ സമയത്ത് ദൈവസന്നിധിയിൽ നമ്മൾ ഒരുമിച്ച് ചേർന്ന് വന്നിരിക്കുമ്പോൾ ഇതിനുശേഷം പല സമയങ്ങളിലായിട്ട് ഈ മെസ്സേജ് ശ്രവിക്കുന്നവരുണ്ടാവും. എല്ലാവരെയും ഓർത്ത് കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിലുള്ള സ്നേഹവന്ദനം അറിയിക്കുകയും നന്ദി അറിയിക്കുകയും ചെയ്യുന്നു. കർത്താവ് എല്ലാവരെയും ധാരാളമായി സഹായിക്കട്ടെ. അല്പസമയങ്ങൾ ദൈവത്തിന്റെ വചനത്തിന്റെ മുൻപാകെ ആയിരിക്കാൻ കർത്താവ് നമുക്ക് ഒരുക്കുന്ന ഈ സമയം ദൈവകരത്തിൽ നമുക്ക് സമർപ്പിച്ച ദൈവസന്നിധിയിലായിരിക്കാം. കർത്താവ് എല്ലാവരെയും ധാരാളമായി സഹായിക്കട്ടെ. ഈ സെഷനിൽ ഒരുമിച്ച് ചിന്തിക്കേണ്ടതിനു വേണ്ടി ദൈവത്തിന്റെ വചനം ദൈവാത്മാവിനോട് ഇടപെട്ട ഒരു ഭാഗം സാധാരണ നാം പലവട്ടം കേട്ടിട്ടുള്ളതും എന്നാൽ നമ്മുടെ ജീവിതത്തിൽ ആവശ്യമായിട്ടുള്ളതുമായിട്ടുള്ള ചില പ്രത്യേക ചിന്തകൾ നിങ്ങളുടെ മുമ്പിൽ വെക്കാൻ തക്കവണ്ണം കർത്താവിൽ ശരണപ്പെടുകയാണ്. അതിനാധാരമായിട്ട് സദൃശ്യവാക്യങ്ങൾ 4-ാം അധ്യായം അതിൻ്റെ 23-ാമത്തെ വാക്യമാണ് ആധാരമായി ഞാൻ ചിന്തിക്കുവാൻ വേണ്ടി താല്പര്യപ്പെടുന്നത്. വളരെ പരിചിതമായിട്ടുള്ള വേദഭാഗമാണ് സദൃശ്യവാക്യങ്ങൾ 4-ാം അധ്യായം അതിൻ്റെ 23-ാമത്തെ വാക്യം. സകല ജാഗ്രതയോടും കൂടെ നിന്റെ ഹൃദയത്തെ കാത്തുകൊള്ളുക, ജീവന്റെ ഉത്ഭവം അതിൽ നിന്നല്ലോ ആകുന്നത്. സകല ജാഗ്രതയോടും കൂടെ നിന്റെ ഹൃദയത്തെ കാത്തുകൊള്ളുക. അതിന് കാരണം എഴുതിയിരിക്കുന്നു, ജീവന്റെ ഉത്ഭവം അതിൽ നിന്നല്ലോ ആകുന്നത്. ഈ ചിന്ത നമ്മൾ പങ്കുവെക്കുമ്പോൾ അതിനകത്ത് ഹൃദയം എന്നുള്ള കാര്യത്തെയാണ് കുറച്ച് ഗൗരവമായിട്ട് ചിന്തിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നത്. പ്രൈസ് ഗോഡ്. മനുഷ്യന്റെ ഹൃദയം, അതിന് ശാരീരികമായിട്ടുള്ള അർത്ഥമുണ്ട്, അതുപോലെ തന്നെ ആത്മീകമായിട്ടുള്ള അർത്ഥങ്ങളുണ്ട്. ശാരീരികമായിട്ട് ആണെങ്കിൽ പോലും നമ്മൾ ചിന്തിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, നമ്മുടെ ശരീരത്തിനകത്ത് നമ്മൾ കരുതേണ്ടതായിട്ടുള്ള, ജാഗ്രതയോട് കാത്തുകൊള്ളേണ്ടതായിട്ടുള്ള ഒരു പ്രത്യേക ഭാഗമാണ് ഹൃദയം എന്ന് പറയുന്നത്. അത് നമുക്ക് എവർക്കും അറിയാവുന്ന കാര്യമാണ്. ഹൃദയത്തിൻ്റെ പ്രവർത്തനമാണ് മനുഷ്യൻ്റെ ശരീരത്തിൽ ഏറ്റവും അത്യാവശ്യമായിട്ടുള്ള ഭാഗങ്ങൾ എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അതിനെ സൂക്ഷിക്കേണ്ടതും അതിന് പ്രൊട്ടക്റ്റ് ചെയ്യേണ്ടതും അതിന് വേണ്ടുന്നതൊക്കെ ചെയ്യേണ്ടതൊക്കെ മാനുഷിക നിലവാരത്തിൽ ആവശ്യമായിട്ടുള്ള സംഗതികളാണ്. അത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. പ്രൈസ് ഗോഡ്.
ഹല്ലേലൂയ. എന്നാൽ അതിന് മാനസിക തലത്തിൽ ചില കാര്യങ്ങളുണ്ട്. ഈ സദൃശവാക്യം തന്നെ 27-ാം അധ്യായം അതിന്റെ 19-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നു: മനുഷ്യൻ തന്റെ ഹൃദയത്തിനൊത്തവണ്ണം മനുഷ്യനെ കാണുന്നു എന്ന് പറഞ്ഞാൽ, മനുഷ്യന്റെ ഒരു ഹൃദയത്തിനകത്ത് എന്താണോ ഫീഡ് ചെയ്തിരിക്കുന്നത് അതനുസരിച്ചാണ് അവൻ മറ്റു മനുഷ്യരെ കാണുന്നത്. അല്ലെങ്കിൽ ഒന്നുകൂടെ ശ്രദ്ധിച്ച് നമ്മൾ അതിനകത്ത് നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു പ്രധാന കാര്യം, നമ്മുടെ നാട്ടിലൊക്കെ പണ്ട് പൊതുവിൽ പറഞ്ഞു കേൾക്കാറുണ്ടായിരുന്ന ഒരു പ്രധാന കാര്യമാണ്, മഞ്ഞപ്പിത്തമുള്ളവരൊക്കെ കാണുന്നൊക്കെ മഞ്ഞിച്ചിരിക്കുന്നു പറഞ്ഞാൽ അവന്റെ ഹൃദയത്തിനകത്ത് ഫീഡ് ചെയ്തിരിക്കുന്ന എന്തോ അതാണ് അവരുടെ ചിന്താഗതിക്കകത്ത് വരുന്നതും അങ്ങനെയാണ് അവന്റെ കാഴ്ചപ്പാട് പോകുന്നതും എന്നുള്ളത് നമുക്കെല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. ഞാൻ അടുത്ത സമയത്ത് ചിന്തിക്കുവാനിടയായ 1-2 കാര്യങ്ങൾ അതുമായിട്ട് ചേർന്ന് എനിക്ക് രസകരമായി തോന്നി. ഞാൻ നാട്ടിൽ വന്നപ്പോൾ നമ്മുടെ ഒരു ഫ്രണ്ടിനെ കണ്ട് അദ്ദേഹത്തോട് വർത്താനം പറഞ്ഞ കൂട്ടത്തിൽ നമ്മൾ ഫുഡ് കഴിക്കുന്നതിനെ കുറിച്ച് പറഞ്ഞപ്പോൾ ഞാൻ പറയുവാനിടയായി. അദ്ദേഹത്തോട് എടുത്തു പറഞ്ഞു, നമുക്ക് ഏറ്റവും പ്രശ്നം ഉണ്ടാക്കുന്നത് നമ്മുടെ ചോറാണ്, ചോറ് കഴിക്കാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത്. അപ്പൊ ഞാൻ കുറച്ച് നാളായിട്ട് അതൊക്കെ ഒന്ന് ഉപേക്ഷിച്ച് നോക്കിയപ്പോൾ എനിക്കത് കുറച്ച് നല്ലതായിട്ട് തോന്നുന്നുണ്ട് എന്ന് പറഞ്ഞു. അദ്ദേഹം എന്നോട് തിരിച്ചു മറുപടി പറഞ്ഞത് ഭയങ്കര രസകരമായിട്ടുള്ള കാര്യം, ചോറുണ്ട് അതെങ്ങനെ ഒരു മനുഷ്യന്റെ മുഖത്ത് നോക്കുമെന്ന്. പ്രൈസ് ഗോഡ്. അപ്പോ അദ്ദേഹത്തിന്റെ ചിന്താഗതിക്കകത്ത് ചോറുണ്ണാതിരിക്കുന്നത് ഭയങ്കര പ്രശ്നമായിട്ടുള്ള രീതിയിൽ, കാരണം അത് കൊച്ചുനാൾ മുതലേ ഹൃദയത്തിനകത്ത് ഫീൽ ചെയ്തൊരു കാര്യമാണ്. അതിനകത്തുനിന്നൊന്നും മാറാൻ പറയുന്നതൊന്നും അത്ര എളുപ്പമുള്ള കാര്യമില്ല. ഞങ്ങൾ പറയുന്ന ഇവരാരും ചോറല്ല കഴിക്കുന്നത്, ഇവരെല്ലാം കൂടുതലും പൊട്ടറ്റോയാണ് കഴിക്കുന്നത്. നമ്മൾ പൊട്ടറ്റോ കഴിക്കുന്നത് കേട്ടാലേ നമുക്ക് രസമാണ്. അപ്പൊ ഓരോരുത്തരുടെ ഹൃദയത്തിനകത്തും അല്ലെങ്കിൽ ഓരോരുത്തരുടെ മാനസിക തലത്തിൽ എന്തായിരുന്നു അവന്റെ ജീവിതത്തിൽ അവൻ ആദ്യമേ കണ്ടതും ആദ്യമേ കേട്ടതും ആദ്യമേ രുചിച്ചതും ഈ കാര്യങ്ങൾ അനുസരിച്ചാണ് അദ്ദേഹത്തിന്റെ ജീവിതത്തിന്റെ ക്രമീകരണങ്ങൾ പോകുന്നത്. അതാണ് ഒരാളിന്റെ നോട്ടം, ആളിന്റെ ചിന്താഗതികൾ, അതിനൊക്കെ ബേസ് ചെയ്ത ഒരു സമയത്ത് ഇഷ്ടപ്പെട്ട സാധനങ്ങൾ ആണ് അദ്ദേഹത്തിന്റെ ജീവിതത്തിന്റെ ഓരോരോ മേഖലയിലും ഇഷ്ടപ്പെടുന്നത്. അങ്ങനെയാണ് പൊതുവിൽ നമ്മൾ കണ്ടുവരാറുള്ളത്. അപ്പൊ ശരിക്കും ഹൃദയത്തിനകത്ത് എന്താണ് ഫീഡ് ചെയ്തിരിക്കുന്നത്, എന്താണ് അതിനകത്ത് നമ്മൾ എന്താ ടേസ്റ്റ് ചെയ്തിരിക്കുന്നത്, അല്ലെ എന്താണ് കൊള്ളാമെന്ന് നമുക്ക് തോന്നിയിരിക്കുന്നത്, ഇതൊക്കെ മാറ്റുക എന്ന് പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. പ്രൈസ് ഗോഡ്. അപ്പൊ അതിനെ ബേസ് ചെയ്താണ് കാര്യങ്ങളൊക്കെ പോകുന്നത്. എന്നാൽ ഇത് ഞാൻ പറഞ്ഞ ശാരീരിക മാനസിക തലങ്ങളെ ഒന്ന് ഞാൻ തൊട്ടെന്നുള്ളതേ ഉള്ളൂ. എന്നാൽ ആത്മീയ മണ്ഡലത്തിലേക്ക് വരുമ്പോൾ, ആത്മീയ കാര്യങ്ങളിലേക്ക് വരുമ്പോൾ അതാണല്ലോ നമുക്ക് ഏറ്റവും പ്രാധാന്യമായിട്ട് ചിന്തിക്കുവാനുള്ളത്. ഇന്ന് ശരിക്കും നമുക്ക് മനസ്സിലാകുന്ന ഒരുപാട് കാര്യങ്ങൾ ഉണ്ടെങ്കിലും പൗലോസ് എഫെസോസിലുള്ള തന്റെ വിശ്വാസികളായിട്ടുള്ളവർക്ക് തന്റെ ലേഖനത്തിൽ അദ്ദേഹം 1-ാം അധ്യായത്തിൽ അതിന്റെ 17-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ എഴുതിയിരിക്കുകയാണ്: നിങ്ങളുടെ ഹൃദയ ദൃഷ്ടി പ്രകാശിച്ചിട്ട് അവന്റെ വിളിയാലുള്ള ആശ ഇന്നതെന്നും അവന്റെ വിശുദ്ധന്മാരിലെ അവന്റെ അവകാശത്തിന്റെ മഹിമാധനം ഇന്നതെന്നും അവന്റെ ബലത്തിന്റെ വല്ലഭത്വത്തിന്റെ വ്യാപാരത്താൽ വിശ്വസിക്കുന്ന നമുക്ക് വേണ്ടി വ്യാപരിക്കുന്ന അവന്റെ ശക്തിയുടെ അളവറ്റ വലിപ്പം ഇന്നതെന്നും ഗ്രഹിക്കേണ്ടതിനും ഞാൻ പ്രാർത്ഥിക്കുന്നു. അപ്പൊ ശരിക്കും പൗലോസിന്റെ നോട്ടത്തിൽ അവന്റെ ജീവിതത്തിൽ അവൻ കണ്ടിരിക്കുന്ന അനുഭവങ്ങളൊക്കെ വെച്ച് അവന് മനസ്സിലായ ഒരു പ്രധാന കാര്യമാണ് അവന്റെ ഹൃദയത്തിന്റെ കണ്ണ് പ്രകാശിച്ചെങ്കിൽ, ഇംഗ്ലീഷിൽ അതിനെ ഐസ് ഓഫ് അണ്ടർസ്റ്റാൻഡിങ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ശരിക്കും ഹൃദയ ദൃഷ്ടി പ്രകാശിച്ചെങ്കിൽ മാത്രമേ ഇതിനകത്ത് ദൈവത്തെ കുറിച്ച് കാണാൻ പറ്റൂ, ദൈവം എന്താ ഉദ്ദേശിച്ചിരിക്കുന്നതെന്ന് മനസ്സിലാക്കാൻ പറ്റൂ, ദൈവം അവനെ കുറിച്ച് എന്താ പറഞ്ഞിരിക്കുന്നത്, എന്താണ് ദൈവം കൊടുക്കാൻ പോകുന്നത്. അത് മാത്രമല്ല, വിശ്വസിക്കുന്ന ഒരാൾക്ക് വേണ്ടി വ്യാപരിക്കുന്ന ദൈവശക്തിയുടെ വലിപ്പത്തെ കുറിച്ച് അറിയണമെങ്കിൽ ഈ പറയുന്ന ഹൃദയത്തിന്റെ കണ്ണ് കണ്ടേ പറ്റുള്ളൂ. നമ്മൾക്ക് പുറമേയുള്ള കണ്ണ് കണ്ട് അല്ലെങ്കിൽ നമ്മുടെ പുറമേ ഉള്ള ദൃഷ്ടി കൊണ്ട് കാണുന്നതൊക്കെ
പലപ്പോഴും നമ്മൾ ശ്രദ്ധിക്കുന്നതും നമ്മൾ മനസ്സിലാക്കുന്നതുമായിട്ടുള്ള കാര്യങ്ങളൊക്കെ പലതും ഫീഡ് ചെയ്യപ്പെടുന്നത് കണ്ണിക്കൂടാ, അല്ലെങ്കിൽ കണ്ണതിനെ കാണുന്നതനുസരിച്ചാണ് കാര്യങ്ങൾക്ക് ഒരു എന്താ പറഞ്ഞ അകത്ത് ഫീഡ് ചെയ്യപ്പെടുന്നത്. അത് ഒരു ഭാഗം. പക്ഷെ ആ കാണുന്നത് എല്ലാം ദൃശ്യമണ്ഡലത്തിലുള്ളത് മാത്രമാണ്, ദൃശ്യമായിട്ടുള്ളത് മാത്രമാണ് നമ്മുടെ കണ്ണിന് കാണാൻ പറ്റുന്നത്. ദൃശ്യമായിട്ടുള്ള അദൃശ്യമണ്ഡലത്തിലുള്ളത് സാധാരണയായിട്ട് അല്ലെങ്കിൽ ദൈവരാജ്യത്തിലുള്ളതിനെ കുറിച്ചോ, അല്ലെങ്കിൽ നമ്മൾ ഈ ആയിരിക്കുന്ന സ്ഥലത്ത് തന്നെ അല്ലെ ആയിരിക്കുന്ന ഇടത്ത് തന്നെ അദൃശ്യമായിട്ടുള്ള മൂവ്മെന്റ്സ്, ആത്മാവ്, അങ്ങോട്ട് ആത്മമണ്ഡലങ്ങൾ അല്ലെങ്കിൽ പൈശാചിക തലങ്ങൾ, ഇതൊന്നും നമുക്കാർക്കും കാണാൻ കഴിയാത്തത് കൊണ്ട് അത് മനസ്സിലാക്കാനും പറ്റുന്നില്ല. ഞാൻ പറയുന്നത് നമ്മുടെ കണ്ണ് കാണുന്നതൊക്കെ ദൃശ്യമായിട്ടുള്ളത് മാത്രമാണ്. അത് മാത്രമാണ് പലപ്പോഴും നമ്മൾ ഫീഡ് ചെയ്യപ്പെടുന്നത്. ഈ ഒരു കാര്യം എന്താ പറഞ്ഞ കാഴ്ചക്കകത്തൂടെ നമ്മുടെ അകത്ത് ഫീഡ് ചെയ്യപ്പെടുന്നതാ. എന്നാൽ ഇവിടെ എടുത്ത് പൗലോസ് പറയുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, നിന്റെ അകത്തെ കണ്ണ് കണ്ടാൽ, ഹൃദയത്തിന്റെ കണ്ണ് കണ്ടാൽ, എന്തിനു വേണ്ടിയാണ് ദൈവം നിന്നെ വിളിച്ചതെന്ന് നിനക്ക് മനസ്സിലാക്കാൻ പറ്റും. നമുക്ക് വചനം വായിച്ചു കഴിഞ്ഞാൽ ദൈവത്തിന്റെ വിളിയെക്കുറിച്ച് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പിടികിട്ടും. ഇതൊരു വിശുദ്ധ വിളിയാണ്, സ്വർഗീയ വിളിയാണ്. ഇങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ദൈവവചനത്തിനകത്തൂടെ നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ദൈവവചനം നമ്മളോട് അനുശാസിക്കുന്നതും വചനത്തിനകത്ത് എഴുതപ്പെട്ടിരിക്കുന്നതുമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ദൈവവചനം വായിച്ചാൽ. പക്ഷേ അതിനേക്കാളിൽ അതിനകത്ത് വ്യക്തിപരമായിട്ടുള്ള ഒരു ആളിന്റെ വിളിയെക്കുറിച്ച്, എന്തിനു വേണ്ടി ദൈവം വിളിച്ചു എന്നുള്ളതിനെ കുറിച്ച് അതിനകത്ത് അദ്ദേഹത്തിന് ചിലപ്പോൾ മനസ്സിലായില്ലെന്നിരിക്കും. പക്ഷേ അവന്റെ ഹൃദയ കണ്ണ് തുറന്നാൽ നിശ്ചയം ദൈവം എന്തിനാണ് തന്നെ വിളിച്ചതെന്നുള്ളത് അദ്ദേഹത്തിന് മനസ്സിലാക്കാൻ കഴിയും. ദൈവസന്നിധിയിൽ വരുന്ന, ദൈവമായിട്ടുള്ള ബന്ധത്തിൽ വരുന്ന ദൈവിക അല്ലെങ്കിൽ ശരിക്കും പറഞ്ഞാൽ ആത്മീയനായിട്ടുള്ള ഒരു മനുഷ്യൻ, ആത്മീയനായിട്ട് വരുന്ന ഒരാൾ അവൻ മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാന ഒരു കാര്യമാണ് ദൈവം എന്തിനാ വിളിച്ചതെന്നുള്ളത്. അടുത്ത സമയത്ത് ഈ കാര്യമായിട്ടുള്ള പകർച്ചവ്യാധിയുടെ വൈറസിൻ്റെതായിട്ടുള്ള പ്രശ്നങ്ങൾ കൊണ്ട് ഓരോരോ ദേശങ്ങളിൽ, ഓരോരോ സ്ഥലങ്ങളിലൊക്കെ ഒത്തിരി മനുഷ്യർ കഷ്ടപ്പെടുകയും ഒത്തിരി ബുദ്ധിമുട്ട് അനുഭവിക്കുകയും ചെയ്യുന്ന ഒരുപാട് കാര്യങ്ങൾ നടക്കുന്ന ഈ ഒരു സമയത്ത് പലപ്പോഴും പലരും പറഞ്ഞ് മനസ്സിലാക്കിയിട്ടുള്ളതും പറഞ്ഞ് കേട്ടിട്ടുള്ളതുമായിട്ടുള്ള കാര്യങ്ങൾക്കകത്ത് ഞാൻ കണ്ടിട്ടുള്ള ഒരു കാര്യം, പലരും ഭയപ്പെടുകയും പലരും അതിനെക്കുറിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുകയൊക്കെ ചെയ്യുമ്പോൾ എന്ത് ചെയ്യും, എങ്ങനെയാ അന്ന് അറിയത്തില്ലെന്നുള്ള രീതിയിലൊക്കെ സംസാരിക്കുന്ന ഒക്കെ ഉണ്ട്. അപ്പം അടുത്ത സമയത്ത് ഞാൻ അതിനെക്കുറിച്ച് സംസാരിച്ചപ്പോൾ ഞാൻ ഇങ്ങനെ സംസാരിക്കുവാൻ ഇടയായി. അതായത് ദൈവത്തിന് നിന്നെക്കുറിച്ചൊരു ഉദ്ദേശമുണ്ടെങ്കിൽ ആ ഉദ്ദേശത്തിന് വേണ്ടിയാണ് ദൈവം ഭൂമി വിട്ടത്. അങ്ങനെയാണെങ്കിൽ അത് പൂർത്തീകരിക്കുന്ന വരെ നീ ഭൂമിയിൽ ഉണ്ടാവും. അത് പൂർത്തീകരിച്ചു കഴിഞ്ഞാൽ ഒരു ദിവസം കൂടി ഈ ഭൂമി ജീവിക്കണമെന്ന് ആർക്കും നിർബന്ധം പിടിക്കാൻ പറ്റത്തില്ല. ദൈവത്തിന്റെ ഉദ്ദേശം എന്തായിരുന്നോ, ദൈവം എന്തിനു വേണ്ടിയാണോ നിന്നെ വിളിച്ചത്, എന്തിനു വേണ്ടിയാണോ നിന്നെ ആക്കി വെച്ചിരിക്കുന്നത്, അത് വ്യക്തമായിട്ട് മനസ്സിലായി കഴിഞ്ഞാൽ അത് ചെയ്യുക. അത് ചെയ്തു തീർന്നു കഴിഞ്ഞാൽ പിന്നെ ഒരു ദിവസം കൂടെ അല്ലെ ഒരു ദൈവിക പദ്ധതി നിന്നിൽ പൂർത്തീകരിച്ചു കഴിഞ്ഞാൽ പിന്നെ ഒരു ദിവസം കൂടെ അവിടെ നിൽക്കാനായിട്ട് മിക്കവാറും ഇടയാകത്തില്ല. കാരണം അതിനു മുമ്പേ തന്നെ ഈ ഭൂമിയിൽ നിന്നത്തെ കാര്യം ദൗത്യം കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഇവിടെ നിൽക്കാനുള്ള വിസ കാണത്തില്ല. വിസ അപ്പോഴേ തീരും. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. ഗൾഫിലുള്ളവർക്കൊക്കെ അറിയാം വിസയുടെ കാര്യം. അവരുടെ വിസ തീരുന്ന സമയം പിന്നെ പുറത്തുള്ളവർക്കെല്ലാം അറിയാം വിസയുടെ വലിപ്പം എന്താണെന്നുള്ളതൊക്കെ. അപ്പോൾ അത് തീർന്നു കഴിഞ്ഞാൽ പിന്നെ അവിടെ നിൽക്കേണ്ട വരത്തില്ല. പോകുന്ന കാര്യത്തെക്കുറിച്ച് പ്രത്യേകിച്ച് ചോദിക്കേണ്ട കാര്യമില്ല. എയർപോർട്ട് ഏതാണെന്ന് ചോദിക്കേണ്ട കാര്യമില്ല. അതൊക്കെ കയറിപ്പോകാനുള്ള ക്രമീകരണങ്ങളൊക്കെ ആ ഗവൺമെന്റ് ചെയ്തിരിക്കും എന്ന് പറഞ്ഞ പോലെ തന്നെ വിസ തീർന്നു കഴിഞ്ഞാൽ പിന്നെ ഈ ഭൂമിയിൽ നിൽക്കാൻ വേണ്ടി നമ്മൾ ബന്ധപ്പെടാതിരുന്നാൽ മതി. ബന്ധപ്പെട്ട് ദൈവസന്നിധിയിൽ ചോദിക്കാനും പറയാനും ഇങ്ങനെ ഉള്ള കാര്യത്തിലേക്കൊക്കെ നീക്കാതിരുന്നാൽ മതി. നമ്മുടെ ഹൃദയം ദൈവസന്നിധിയിൽ ഏൽപ്പിച്ചു കൊടുത്താൽ മതി. ദൈവം ആ ചെയ്യാനുള്ള തീർത്ത് കഴിയുമ്പോൾ പിന്നെ വിശുദ്ധന്മാർക്ക് വേണ്ടി ദൈവം വെച്ചിരിക്കുന്ന അവകാശത്തിന്റെ മഹിമാതനം അറിയണമെങ്കിൽ നേരത്തെ ഒന്ന്
കാണാൻ ഹൃദയത്തിന്റെ ദൃഷ്ടി പ്രകാശിച്ചാൽ പറ്റും. അത് അറിഞ്ഞാൽ ഹല്ലേലൂയ അതിലേക്ക് പോകാൻ വേണ്ടിയുള്ള ബന്ധപ്പാടിലേക്ക് നമ്മുടെ ഹൃദയവും അങ്ങനെ ആയിരിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. നിശ്ചയമായിട്ടും ഹൃദയ കണ്ണ് പ്രകാശിച്ചല്ലേ ആത്മീയത്തിൽ എന്താണ് നടക്കുന്നത്, അല്ലെങ്കിൽ 100 ചോദ്യങ്ങളായിരിക്കും നമ്മുടെ മുമ്പിൽ. ജീവിതത്തിൽ പ്രശ്നങ്ങളുള്ളവരും പ്രതികൂലമുള്ളവരും അല്ലെങ്കിൽ ഒത്തിരി വിഷയങ്ങളുള്ളവരായിട്ടുള്ള ഒരുപാട് പേർ, അവരെയൊക്കെ ഞാൻ കണ്ടിട്ടുള്ളപ്പോഴൊക്കെ അവരൊക്കെ ഓരോ കാര്യങ്ങൾ ചോദിക്കുന്നതും ഓരോ കാര്യങ്ങൾ അതിന് മറുപടി ഇല്ലാതിരിക്കുന്നതും ഒക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. പ്രൈസ് ഗോഡ്. അപ്പൊ അങ്ങനെയുള്ള സാഹചര്യങ്ങൾ വരുമ്പോൾ ഓരോരുത്തരുടെയും ചിന്താഗതികൾക്ക് വ്യത്യാസമുണ്ട്. എന്നാൽ ഞാൻ പറയുന്നത് ഇതൊന്നും ഈ ചോദ്യങ്ങൾക്കൊക്കെ ഉത്തരം കണ്ടുപിടിക്കുന്നതിനേക്കാളിൽ വലുതായിട്ടുള്ള ഒരു പ്രധാന കാര്യമാണ് ഹല്ലേലൂയ ഇന്ന് നാം മനസ്സിലാക്കേണ്ട പ്രധാന കാര്യം. പ്രൈസ് ഗോഡ്. നമ്മുടെ ദൗത്യം തീർന്നു കഴിയുമ്പോൾ ഇവിടുന്ന് പോകാൻ വേണ്ടി തയ്യാറാകുക. അതിന് നമ്മുടെ നിശ്ചയമായിട്ടും ചെയ്യും. ഹൃദയത്തിന്റെ ദൃഷ്ടി പ്രകാശിക്കുക ഒരു പ്രധാന ചിന്തയോടെ അതിനോട് ചേർന്ന് നിങ്ങളോട് പങ്കുവെച്ച് ഞാൻ അവസാനിപ്പിക്കും. ഹല്ലേലൂയ. അതിന് ആധാരമായിട്ട് എബ്രായ ലേഖനത്തിലെ ഒരു വാക്യത്തിലേക്കാണ് ഞാൻ പോകുന്നത്. എബ്രായ ലേഖനം 3-ാം അധ്യായം അതിന്റെ 12-ാമത്തെ വാക്യം ഇങ്ങനെ പറയുകയാണ്: സഹോദരന്മാരെ, ജീവനുള്ള ദൈവത്തെ ത്യജിച്ചു കളയാതിരിക്കേണ്ടതിന് നിങ്ങളിൽ ആർക്കും അവിശ്വാസമുള്ള ഒരു ദുഷ്ടഹൃദയം ഉണ്ടാകരുത്. ആമേൻ. ഹല്ലേലൂയ. അവിശ്വാസമുള്ള ഹൃദയത്തെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത് അത് ദുഷ്ടഹൃദയമാണെന്നാണ് വളരെ വ്യക്തമായിട്ട് ദൈവവചനം വിളിച്ചു പറഞ്ഞിരിക്കുന്നത്. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. ജീവനുള്ള ദൈവം, സഹോദരന്മാരെ, ജീവനുള്ള ദൈവത്തെ തെച്ചു കളയാതിരിക്കേണ്ടതിന് അവിശ്വാസമുള്ള ദുഷ്ടഹൃദയം നിങ്ങളിൽ ആർക്കും ഉണ്ടാകാതിരിക്കാൻ നോക്കുവേൻ. അവിശ്വാസമുള്ള ദുഷ്ടഹൃദയം. പ്രിയമുള്ളവരെ, നമ്മുടെ പേര് തന്നെ വിശ്വാസികളെന്നാ, നമ്മളെ വിശ്വാസികളെന്നാ വിളിക്കുന്നത്. പക്ഷെ എബ്രായ ലേഖനത്തിൽ പൗലോസ് എടുത്തു പറയുകയാണ്, നിങ്ങൾക്കാർക്കും അവിശ്വാസമുള്ള ഒരു ദുഷ്ടഹൃദയം ഉണ്ടാകാതിരിക്കുവാൻ, അത് ജീവനുള്ള ദൈവത്തെ ത്യജിച്ചു കളയാതിരിക്കേണ്ടതിന് വേണ്ടി. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. ഞാൻ ആ ഭാഗം രാവിലെ സമയത്ത് എൻ്റെ മനസ്സിൽ ചിന്തയിൽ വന്നപ്പോ ശരിക്കും പറഞ്ഞാൽ ഹൃദയത്തിനകത്ത് നമ്മൾ ഈ ഹൃദയത്തെ കാത്തുകൊള്ളാൻ പറയുമ്പോൾ ഇതിനകത്ത് ആത്മീയ മണ്ഡലത്തെ ഞാൻ പറഞ്ഞു. ഇതിനകത്ത് ഒന്ന് ഞാൻ പറഞ്ഞത് നമ്മുടെ കണ്ണ് തുറക്കാനായിട്ട് കണ്ണ് പ്രകാശിക്കണം, കണ്ണ് തുറക്കണം. 2 ഈ ഹൃദയം ദുഷ്ടഹൃദയമാകരുത്. ഇതിനെ സൂക്ഷിക്കേണ്ടത് അവിശ്വാസമുള്ളതിനെ ദുഷ്ടഹൃദയം എന്ന് പറഞ്ഞാൽ നല്ല ഹൃദയം നമുക്ക് മനസ്സിലാകും, വിശ്വാസമുള്ള ഹൃദയമാണ്. പ്രൈസ് ഗോഡ്. വിശ്വാസമുള്ള ഹൃദയമായിട്ട് സൂക്ഷിക്കാൻ. പ്രിയമുള്ളവരെ, ഞാൻ പറഞ്ഞല്ലോ, വിശ്വാസികൾ എന്ന പേരുണ്ട് നമുക്ക്. വിശ്വാസികൾ എന്ന എല്ലാവരും നമ്മളെ വിളിക്കുന്നത്. പക്ഷേ ഞാൻ ചോദിക്കുന്നത് ഈ കാര്യങ്ങൾക്കകത്തോ അല്ലെ ഒരു പ്രശ്നത്തിനകത്ത് അല്ലെ ഒരു ഇഷ്യൂ ഉണ്ടാകുമ്പോൾ അതിന്റെ നടുവിലാണ് നമ്മുടെ വിശ്വാസത്തെ നമ്മൾക്ക് തിരിച്ചറിയാൻ കഴിയുന്നത്. പലപ്പോഴും പലരും വിശ്വാസത്തെ കുറിച്ച് പ്രസംഗിക്കുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. ഞാനും പലവട്ടം വിശ്വാസത്തെ കുറിച്ച് പ്രസംഗിച്ചിട്ടുണ്ട്. എബ്രായ ലേഖനം 11-ാം അധ്യായത്തിൽ നിന്ന് വിശ്വാസത്തെ ഉദ്ധരിച്ച് ഒരുപാട് കാര്യങ്ങൾ സംസാരിച്ചിട്ടുണ്ട്. അവിടെ ദൈവത്തിന്റെ പ്രസാദം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വിശ്വാസം ഉണ്ടെങ്കിലേ ദൈവ പ്രസാദം ഉള്ളൂ. ഇതൊക്കെ അവിടെ പറഞ്ഞിട്ടുണ്ട്. അതിലേക്കല്ല ഞാൻ പോകുന്നത്. നമ്മുടെ ഹൃദയത്തിനകത്ത് വിശ്വാസം ഉണ്ടായിരിക്കണം. ആ വിശ്വാസം ശരിക്കും ഈ പ്രശ്നങ്ങൾ വരുമ്പോഴേ, ഇപ്പൊ ഈ ആനുകാലികമായിട്ട് നടക്കുന്ന പ്രശ്നങ്ങൾക്കകത്ത് ഭയങ്കര എന്താ പറഞ്ഞേ ആർക്കും പിടിച്ചു കെട്ടാൻ കഴിയാത്ത നിലവാരത്തിൽ വളർന്നുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ പടർന്നുകൊണ്ടിരിക്കുന്ന ഒരു വൈറസിന്റെ പ്രശ്നത്തിനകത്ത് ലോകം മുഴുവൻ നടുങ്ങിയിരിക്കുമ്പോൾ എന്താ അതിന് മറുപടി എന്ന് പറയാൻ ആർക്കും കഴിയുന്നില്ല. എങ്ങനെ അതിനെ തളയ്ക്കാമെന്ന് നോക്കിയാൽ ആർക്കും മനസ്സിലാക്കാൻ പറ്റുന്നില്ല. നമ്മൾ ശ്രദ്ധിച്ചു നോക്കിയാൽ മനസ്സിലാകും, ഗവൺമെന്റുകൾക്കോ ടെക്നോളജികൾക്കോ മെഡിക്കൽ സയൻസിനോ ഒന്നും സമ്പത്തിനോ ഒന്നും ഇതിനെ പിടിച്ചു നിർത്താൻ കഴിയാതെ അതൊരു ഭാഗത്തോട് ഇങ്ങനെ പൊക്കൊണ്ടിരിക്കുമ്പോൾ ഈ സംഗതിക്കകത്ത് നമുക്കറിയാം ഇതിനെ കൺട്രോൾ ചെയ്യാൻ ഒരാൾക്ക് മാത്രമേ പറ്റൂ, നമ്മുടെ ദൈവത്തിന് മാത്രമേ പറ്റൂ. എന്നാൽ ഈ കഴിഞ്ഞ ദിവസം ഞാൻ ചിന്തിച്ചൊരു കാര്യം, ദൈവം അറിയാം നമ്മുടെ തലയിലെ മുടി കൊഴിയത്തില്ലെന്ന് പറഞ്ഞിരിക്കുകയാണ്. പ്രൈസ് ഗോഡ്. ഒരു കാശിന് 2 കുരികൾ വിൽക്കുന്നില്ലയോ, അവയിൽ ഒന്ന് പോലും
എന്റെ ദൈവം സമ്മതിക്കാതെ നിലത്ത് വീഴത്തില്ലെന്ന്. അവൻ സമ്മതിച്ചില്ല നിലത്ത് വീഴത്തുള്ളൂ. പ്രൈസ് ഗോഡ്. മത്തായിയുടെ സുവിശേഷത്തിൽ അങ്ങനെ പറയുന്നത്, സമ്മതിക്കാതെ നിലത്ത് വീഴത്തില്ലെന്ന്. ഇതാണ് ദൈവത്തിന്റെ കരുതൽ. ഇങ്ങനെയാണ് ദൈവം കരുതിയിരിക്കുന്നത്. ഒരു കുരികിലിനെ കുറിച്ചുള്ള ദൈവിക പദ്ധതി അത്രമാത്രമാണ്. അതിനോട് ചേർന്നാ പറഞ്ഞിരിക്കുന്നത്, നിന്റെ തലയിലെ മുടി എല്ലാം എണ്ണിയിരിക്കുന്നു. സ്തോത്രം. ഇത്രമാത്രം ദൈവം നമ്മളെ കുറിച്ച് ചിന്തിക്കുന്നു, ദൈവം നമ്മെ അറിയുന്നു. അപ്പം ദൈവമായിട്ടൊരു ബന്ധമുള്ള ഒരാളാണെങ്കിൽ ഈ പ്രശ്നത്തിന്റെ നടുവിൽ, ഇത്രയും ഇഷ്യൂസ് നടക്കുന്നതിന്റെ നടുവിൽ, ഇത്രയും പ്രശ്നങ്ങൾ നടക്കുന്നതിന്റെ നടുവിൽ ദൈവത്തിൽ വിശ്വാസമുണ്ടോ ഇല്ലയോ എന്ന് അവരവരെ തന്നെ ശോധന ചെയ്ത് നോക്കണം. സാധാരണഗതിയിൽ ഞാൻ നേരത്തെയൊക്കെ പല സമയങ്ങളിൽ വിശ്വാസത്തിന്റെ കാര്യം പറയുമ്പോൾ എടുത്തു പറയാറുള്ള ഒരു കാര്യമുണ്ട്. ഞാൻ ചർച്ചിന്റെ ചാർജിൽ ഇരിക്കുന്ന ഒരു സമയത്ത്, ഇവിടെ ചർച്ചിന്റെ ചാർജ് ഉണ്ട്, നാട്ടിലത്തെ കാര്യം ഞാൻ പറയുന്നത്. നാട്ടിൽ ചർച്ചിൽ ചാർജ് ഇരിക്കുന്ന ഒരു സമയത്ത് ചർച്ചിലെ ഒരു വീട്ടിൽ ഒരു കുഞ്ഞിന് പനിയായിട്ട് അവരന്ന് ചർച്ച് വന്നില്ല. അപ്പോൾ പാസ്റ്റർ എന്ന നിലയിൽ ഞാൻ ആ കുഞ്ഞിനെ സന്ദർശിക്കാൻ വേണ്ടി ആ ഭവനത്തിൽ ചെന്നപ്പോൾ ആ കുഞ്ഞിന്റെ അമ്മ ഞാൻ കയറി ചെല്ലുന്ന കണ്ടപ്പോൾ എന്നോട് ഒരു ആശ്വാസ വാക്ക് പറയുന്ന പോലെ എന്നോട് പറയുകയാ, പാസ്റ്ററെ കുഴപ്പമില്ല, പാരസെറ്റമോൾ കൊടുത്തിട്ടുണ്ട്, ഇപ്പൊ പനി കുറയാൻ വന്നു. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. അന്നാണ് എനിക്കൊരു കാര്യം മനസ്സിലായത്. എല്ലാത്തിനേക്കാളിലും നമുക്ക് നമ്മുടെ ഹൃദയത്തിനകത്ത് കൊള്ളാമെന്ന് നമ്മൾ നേരത്തെ ചിന്തിച്ചതും നമ്മൾ മനസ്സിലാക്കിയതുമായിട്ടുള്ള പാരസെറ്റമോളിനാണ് പവർ എന്നുള്ളത് നമ്മുടെ അകത്തിരിക്കുകയല്ലേ. ശരിക്കും ശ്രദ്ധിച്ച് നോക്കിക്കേ. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. ഞാൻ പ്രാർത്ഥിക്കാൻ വേണ്ടി ചെന്നതാ. പാസ്റ്റർ വലിയ കാര്യമായിട്ട് പ്രാർത്ഥിച്ച് കുഞ്ഞിന് പനിയാണ് പ്രാർത്ഥിക്കാൻ വേണ്ടി ചെന്ന. ഞാൻ മരുന്ന് കഴിക്കുന്നതിന് എതിരൊന്നും അല്ല കേട്ടോ. മരുന്ന് കഴിച്ചോ, അതൊന്നും ഞാൻ എതിർത്ത് പറയുകയല്ല. പക്ഷേ ഈ കഴിഞ്ഞ കാലഘട്ടത്ത് കഴിഞ്ഞ സമയങ്ങളിൽ ഞാൻ പല അമ്മച്ചിമാരെ കണ്ടിട്ടുണ്ട്. മരുന്ന് കഴിക്കാതെ ജീവിച്ച പലരും കണ്ടിട്ടുണ്ട്. അങ്ങനെ ഒരു വിശ്വാസ ജീവിതം നടത്തിയിരുന്ന ഒരു കൂട്ടം പിതാക്കന്മാരുടെ പിൻതലമുറകളായിട്ടാണ് നമ്മൾ ഇപ്പൊ ആയിരിക്കുന്നത്. അത് മറക്കരുതാരും. എന്നാൽ ഈ ആളിലെ അപ്പോ ഈ പറയുന്ന പാരസെറ്റമോളിന്റെ കാര്യം പറഞ്ഞു. ഞാൻ അവിടുന്ന് പാസ്റ്ററല്ലേ പ്രാർത്ഥിച്ചിട്ട് മടങ്ങിപ്പോന്നപ്പോ എന്റെ ഹൃദയത്തിൽ ഞാൻ ചിന്തിച്ച ഒരു കാര്യം, ഈ പറയുന്ന 50 പൈസയുടെ പാരസെറ്റമോൾ കൊടുത്താൽ പനി കുറയുമെന്ന് നമുക്ക് നല്ല ബോധ്യമാണ്. എന്താ പാരസെറ്റമോളിനകത്തെ കണ്ടന്റ് എന്ന് പോലും അമ്മയ്ക്ക് അറിയാമോ എന്ന് എനിക്കറിയില്ല. അതിനകത്ത് എന്തുവാ കുഞ്ഞിന് കൊടുത്തത് എന്ന് മനസ്സിലായോ അറിയില്ല. അതിന്റെ കെമിക്കൽ നെയിമോ അല്ലെങ്കിൽ എന്താണ് അതിനകത്ത് നടക്കുന്ന പ്രോസസ് അതറിയില്ല. പക്ഷെ ഒരു കാര്യം പുള്ളിക്കാരത്തേക്ക് അറിയാം. കൊച്ചുനാൾ മുതലേ പാരസെറ്റമോൾ കൊടുത്തപ്പോ ഈ വേദന ഈ പനി കുറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇപ്പൊ പാരസെറ്റമോൾ കൊടുത്താൽ കുറയും. നമ്മള് പനി വന്നു കഴിഞ്ഞാൽ ഇപ്പം ഈ എപ്പിഡമിക് ഈ പ്രശ്നം കൊറോണയുടെ പ്രശ്നം ഉള്ളപ്പം ഇവിടൊക്കെ എന്തെങ്കിലും ഒരു പാരസെറ്റമോൾ മാത്രം കൊടുക്കുന്നേ. പാരസെറ്റമോൾ കൊടുത്ത ടെമ്പറേച്ചർ കുറയ്ക്കണം, ഇതാ പറയുന്നത്. അപ്പൊ ശരിക്കും ഇതിനകത്ത് നമുക്ക് ആ ഒരു സാധനത്തെ 50 പൈസയുടെ പാരസെറ്റമോളിനെ വിശ്വസിക്കാവുന്നതിന് അത്രയും നമുക്ക് ദൈവത്തെ വിശ്വസിക്കാൻ കഴിയുന്നുണ്ടോ എന്ന് നമ്മൾ ശ്രദ്ധിച്ചു നോക്കിയാൽ മാത്രമേ നമുക്ക് മനസ്സിലാകൂ. ഇത് പലയിടത്തും ഞാൻ പറഞ്ഞിട്ടുള്ള ഒരു ഉദാഹരണമാണ്. പ്രൈസ് ഗോഡ്. അപ്പൊ ശ്രദ്ധിച്ചു നോക്കിയേ, നമുക്കൊന്ന് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി ഞാൻ പറഞ്ഞെന്നുള്ളൂ. നമ്മുടെ വിശ്വാസം നമ്മുടെ ദൈവത്തിലുള്ള വിശ്വാസമാണോ അതോ അതിനേക്കാൾ വലുത് നമ്മുടെ ഒരു പാരസെറ്റമോളിനകത്താണോ നിൽക്കുന്നത് എന്നുള്ളതൊന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി നമുക്ക് ആ വിശ്വാസത്തിന്റെ ലെവലൊന്ന് മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ പറഞ്ഞതേ ഉള്ളൂ. പക്ഷെ പൗലോസ് നല്ല ധൈര്യത്തോടെ പറയുന്നു, ഈ വിശ്വാസം ഉള്ള ഒരു ഹൃദയമാണ് നമുക്ക് വേണ്ടത്. അവിശ്വാസമുള്ള ദുഷ്ടഹൃദയം നിങ്ങളിൽ ആർക്കും വരാതിരിക്കാനായിട്ട് സൂക്ഷിച്ചോളാൻ പറയുന്നു. പ്രൈസ് ഗോഡ്. ശരിക്കും നമ്മൾ ശ്രദ്ധിച്ചു നോക്കിയാൽ നമുക്ക് മനസ്സിലാകുന്ന ഒരു പ്രധാന കാര്യമുണ്ട്. ഒരുപാട് അനുഭവങ്ങളിലൂടെ പോയ ഒരു മനുഷ്യനാണ് പൗലോസ്. പൗലോസിന്റെ ജീവിതത്തിൽ നമ്മൾ ശ്രദ്ധിച്ചു നോക്കിയാൽ ഈ പറയുന്ന അപ്പോസ്തല പ്രവൃത്തികൾക്കകത്ത് ഒക്കെ പൗലോസിനെ കുറിച്ച് എഴുതപ്പെട്ടിരിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിച്ചു നോക്കുമ്പോൾ അവന്റെ അകത്ത് ദൈവത്തെക്കുറിച്ച് അവനുണ്ടായിരുന്ന ബോധ്യവും അവനായിരുന്ന സാഹചര്യങ്ങളെ കുറിച്ചുള്ള ബോധ്യവും ഒക്കെ അവനെ വളരെ ശക്തമായി ഈ കാര്യങ്ങൾക്കകത്ത് അവൻ ശരിക്കും അവന് പോകുവാൻ തക്കവണ്ണം അല്ലെങ്കിൽ മുന്നേറുവാൻ തക്കവണ്ണം
തക്കവണ്ണം വിശ്വാസത്തിൽ ഉറയ്ക്കാൻ തക്കവണ്ണം ഇടയായിട്ടുണ്ട്. അപ്പോൾ ഞാൻ ശ്രദ്ധിച്ചു നോക്കിയിട്ടുള്ള ഒരു കാര്യം ഞാൻ പറയാം. ഈ പറയുന്ന പഴയ നിയമ പുസ്തകങ്ങൾക്കകത്ത് അല്ലെങ്കിൽ ന്യായപ്രമാണത്തിനകത്ത് ദൈവത്തെക്കുറിച്ച് പറഞ്ഞിരുന്ന ഒക്കെ കാണാതെ പഠിച്ച, അല്ല കാണാതെന്നല്ല, അവൻ ശരിക്കും ഗമാലിയലിന്റെ പാദപീഠത്തെങ്കിൽ നിന്ന് പഠിച്ച മനുഷ്യനാണ് ഈ പറയുന്ന പൗലോസ്. അവൻ അതിനെക്കുറിച്ച് നല്ല എരിവോടുകൂടെ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരുന്നവന് എന്നാ പറഞ്ഞേ പരീക്ഷനായിട്ട് ഒക്കെ ഉണ്ടായിരുന്ന ആളാ. അപ്പൊ അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ ദൈവത്തെക്കുറിച്ച് നന്നായിട്ട് പഠിച്ചിട്ടുണ്ട്. പക്ഷെ അവന്റെ അനുഭവത്തിനകത്ത് അവൻ അത് അത്രത്തോളം ഗ്രഹിക്കാൻ കഴിഞ്ഞില്ല എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. എന്നാൽ ഞാൻ ഈ അപ്പോസ്തല പ്രവൃത്തി അവസാനത്തെ അധ്യായങ്ങൾ വരുമ്പോൾ 27-ാമത്തെ അധ്യായത്തിലേക്ക് വരുന്നുണ്ട്. ഒരു കപ്പൽ യാത്രയെക്കുറിച്ച് അവിടെ എഴുതപ്പെട്ടിട്ടുണ്ട്. 27-ാമത്തെ അധ്യായത്തിലാണ് ഒരു കപ്പൽ യാത്രയിലേക്ക് പൗലോസിനെ കൊണ്ട് ശതാധിപനും പടയാളികളും ഒക്കെ പോകുന്ന ഒരു കപ്പൽ യാത്ര. ഈ കപ്പൽ യാത്രയിൽ അവർ പോകുന്ന സമയത്ത് പ്രൈസ് ഗോഡ്, ഇവരുടെ യാത്രയുടെ നടുവിൽ പോകുന്ന വഴിയിൽ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെന്ന് പോകുന്നതിന് മുമ്പ് തന്നെ പൗലോസ് പറഞ്ഞതാ. ഈ പറഞ്ഞതൊന്നും അവരാരും ശ്രദ്ധിക്കാതെ കപ്പലുടമസ്ഥനെയും മാലൂമിയുടെയും വാക്ക് കേട്ട് ശതാധിപൻ കപ്പല് പൊക്കോളാൻ എന്നുള്ള രീതിയിൽ പറഞ്ഞ് അങ്ങനെ അവർ പോകുവാൻ ഇടയായി. അതാണ് അതിന്റെ സാഹചര്യം, നമുക്ക് എല്ലാവർക്കും അറിയാം. പ്രൈസ് ഗോഡ്. എന്നാൽ ഈ പറഞ്ഞ കപ്പൽ യാത്രയിൽ 27-ാമത്തെ അധ്യായത്തിന്റെ 13-14 വാക്യങ്ങളൊക്കെ വരുമ്പോഴത്തേക്കുണ്ടല്ലോ, 14-ാമത്തെ വാക്യത്തിൽ കുറെ കഴിഞ്ഞിട്ട് അതിന് ഈശാനമൂലൻ എന്ന കൊടുങ്കാറ്റടിച്ച് അവർക്ക് ആകെക്കൂടെ പ്രശ്നമായി. അവർക്ക് രാത്രിയോ പകലോ എന്ന് അറിയാൻ വയ്യാതെ അവര് ആകെക്കൂടെ ബുദ്ധിമുട്ടി നിന്നിരുന്നു. ആ സാഹചര്യങ്ങൾ അത്രത്തോളം വേഴ്സായി പോയി എന്ന് ആ ഭാഗമാണ് നമ്മൾ സംസാരിച്ച് കൊണ്ടിരുന്നത്. പ്രൈസ് ഗോഡ്. അവിടെ ശ്രദ്ധിച്ചു നോക്കിയാൽ നമ്മൾക്ക് മനസ്സിലാകും, രാത്രിയെന്നോ പകലെന്നോ തിരിച്ചറിയാൻ കഴിയാത്ത നിലവാരത്തിലുള്ള വളരെ ശക്തമായിട്ടുള്ള പ്രശ്നത്തിന്റെ നടുവിൽ അവർ ആയിരുന്നു. അത്രമാത്രം കാര്യങ്ങൾ വളരെ വേഴ്സായിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ എനിക്കതിനകത്തിൽ ഞാൻ ഇഷ്ടപ്പെട്ട ഒരു വാക്യമാണ് 27-25. പൗലോസ് ആ കൂട്ടത്തിൽ എഴുന്നേറ്റ് നിന്നിട്ട് പറയും, അതുകൊണ്ട് പുരുഷന്മാരെ ധൈര്യത്തോടിരിപ്പിൻ, എന്നോട് അരുളി ചെയ്തതുപോലെ തന്നെ സംഭവിക്കുമെന്ന് ഞാൻ ദൈവത്തെ വിശ്വസിക്കുന്നു. പ്രൈസ് ഗോഡ്. അപ്പൊ പൗലോസ് നല്ല ധൈര്യത്തോടെ പറയുകയാണ്, ഞാൻ അങ്ങനെ തന്നെ വിശ്വസിക്കുക, ഞാൻ എൻ്റെ ദൈവത്തെ വിശ്വസിക്കുക, എന്നോട് അരുളി ചെയ്തതുപോലെ തന്നെ സംഭവിക്കുമെന്ന് ഞാൻ എൻ്റെ ദൈവത്തെ വിശ്വസിക്കുന്നു. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. ഈ ഭാഗത്തിന് നേരെ മുകളിൽ വായിച്ചാൽ എന്താണ് അവനോട് അരുളിച്ചതെന്നുള്ളത് അവിടെ വ്യക്തമാക്കിയിട്ടുണ്ട്. പൗലൂസ് പറയുന്ന ഒരു കാര്യം, ഇത്രയും പ്രശ്നത്തിലായി ആകെക്കൂടെ ആർക്കും ഒന്നും അവിടെ എഴുതിയിട്ടുണ്ട്, ജീവനോടെ ഇരിക്കുമോ എന്ന് അവർക്ക് സംശയിക്കുമാറുള്ള സാഹചര്യം അവരുടെ മേലുണ്ടായി. ഞങ്ങൾ രക്ഷപ്പെടുമെന്നുള്ള ആശയൊക്കെയും അറ്റുപോയി എന്ന് പറഞ്ഞാൽ ഒരു പ്രതീക്ഷയില്ല ഇനി ജീവിക്കാൻ കഴിയും. കാരണം ഇത്രയും ദിവസമായിട്ട് വെളിച്ചം കാണാനില്ല. ഒരു വിധത്തിലും പ്രൈസ് ഗോഡ് മുന്നോട്ട് കാര്യങ്ങൾ പോകുമെന്ന് ചിന്തിക്കാൻ ഇല്ലാത്ത ഒരു സാഹചര്യത്തിൽ എന്ത് ചെയ്യണമെന്ന് അറിയാതെ ഭാരപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ 276 പേർ കയറിയ കപ്പൽ, അതിനകത്ത് ഒരുത്തൻ മാത്രം എഴുന്നേറ്റ് വെച്ച് ബാക്കിയുള്ളവരോട് പറയുക, നിങ്ങൾ ധൈര്യത്തോടെ ഇരിക്കണം കേട്ടോ, എൻ്റെ ദൈവം പ്രൈസ് ദി ലോർഡ് എന്നോട് അരുളിച്ചതുപോലെ തന്നെ സംഭവിക്കുമെന്ന് ഞാൻ എൻ്റെ ദൈവത്തെ വിശ്വസിക്കുന്നു. പ്രൈസ് ഗോഡ്. അവന്റെ ദൈവത്തിലുള്ള വിശ്വാസം ഭയങ്കരമായിരുന്നു. അവന്റെ ദൈവത്തെ വിശ്വസിക്കുന്നു എന്ന് എടുത്തു പറയുകയാണ്. അതിന് മുമ്പ് പറഞ്ഞിട്ടുണ്ട്, ഇവൻ എഴുന്നേറ്റ് നിന്ന് തുടങ്ങുന്നത് എങ്ങനെയാണെന്നറിയാമോ? ഞാൻ സേവിച്ചു വരുന്നവനും എൻ്റെ ഉടയവനുമായ എൻ്റെ ദൈവത്തിന്റെ ദൂതൻ ഇന്നലെ രാത്രി എൻ്റെ അടുത്ത് വന്നു, എന്നോട് പറഞ്ഞു ഭയപ്പെടേണ്ട. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. നീ കൈസറുടെ മുൻപാകെ നിൽക്കേണ്ടതാകുന്നു.
പ്രൈസ് ഗോഡ്. ഇത്ര പ്രശ്നത്തിന് നടുവിൽ എല്ലാവരും ആശ പോലും ഇല്ലാതെ ഇനി ഒരു പ്രതീക്ഷയ്ക്ക് വകയില്ലാതെ ഇരിക്കുന്ന സമയത്ത് ഒരുത്തൻ എഴുന്നേറ്റ് വന്നു പറയുകയാ, ധൈര്യത്തോടെ തൻ്റെ ഇടത്തോടെ അവന് പറയാൻ പറ്റും, പ്രൈസ് ഗോഡ്, ഞാൻ എൻ്റെ ദൈവത്തെ വിശ്വസിക്കുന്നു. ഹല്ലേലൂയ. കാരണം അവൻ ഇന്നലെ രാത്രി എന്നോട് പറഞ്ഞിട്ടുണ്ട്, ഭയപ്പെടേണ്ട, നീ കൈസറുടെ മുൻപാകെ നിൽക്കേണ്ടതാകുന്നു. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. ഞാൻ ഈ ഭാഗം ചിന്തിക്കുമ്പോൾ എപ്പോഴും ചിന്തിക്കുന്ന ഒരു കാര്യമുണ്ട്. ദൈവത്തിന് ഇവരോട് ഇതിനകത്തുനിന്ന് രക്ഷപ്പെടുമെന്ന് നല്ല ദൈവം പറഞ്ഞത് കൈസറിന് മുൻപാകെ നിൽക്കേണ്ടതാകുമെന്ന്. പ്രൈസ് ഗോഡ്. കാരണം വളരെ രസകരമായിട്ട് നമുക്ക് ബാക്കി കാര്യങ്ങൾ ചിന്തിച്ചാൽ മനസ്സിലാകും. രക്ഷപ്പെട്ടാലേ അവിടെ ചെല്ലത്തുള്ളല്ലോ. ബാക്കിയുള്ളതൊന്നും പറയണ്ട, ഇത്രയും മാത്രം പറഞ്ഞാൽ മതി. അതിനകത്തു നിന്ന് അവന് ലഭിച്ചിട്ടുണ്ട് അവന്റെ ജീവിതത്തിന്റെ മുന്നോട്ടുള്ള കാര്യത്തെക്കുറിച്ചുള്ള വ്യക്തമായ കാഴ്ചപ്പാട്. പ്രൈസ് ഗോഡ്. മനസ്സിലാക്കണമേ. ഇവിടെ നിന്നുകൊണ്ട് ഒന്ന് രണ്ട് കാര്യങ്ങൾ ഞാൻ എൻ്റെ മനസ്സിൽ പെട്ടെന്ന് ഓടി വരുന്നുണ്ട്, ഞാൻ പറയുകയാ. പണ്ടൊരു കാലം പ്രൈസ് ഗോഡ് നാട്ടിലെ ഹല്ലേലൂയ ബൈക്കിൽ യാത്ര ചെയ്ത് മീറ്റിങ്ങുകൾക്ക് പ്രസംഗിക്കാൻ പൊക്കോണ്ടിരുന്ന ഒരു കാലം. പ്രൈസ് ഗോഡ്. ഒത്തിരി കാലങ്ങൾക്ക് മുമ്പ്, എനിക്ക് തോന്നുന്നു 2001, 2002, 2003 ആ കാലയളവാന്ന് തോന്നുന്നു. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. അന്ന് എൻ്റെ കൂടെ ഉണ്ടായിരുന്നത് റോക്കി എന്ന് പറയുന്ന ഒരു ദൈവദാസനായിരുന്നു. ഞങ്ങൾ ഒരുമിച്ച് യാത്ര ചെയ്ത് ഒരു മീറ്റിങ്ങിന് പോയി പ്രസംഗിച്ചിട്ട് തിരിച്ചു വരുമ്പോൾ കൊട്ടാരക്കര കഴിഞ്ഞ് വരുന്ന സമയത്താണ് ഭയങ്കര ശക്തമായ മഴ പെയ്തു. രാത്രി മഴ പെയ്ത് മഴയുടെ മുമ്പിൽ മുന്നോട്ട് പോകാൻ കഴിയാതെ ഞങ്ങൾ അവിടെ ഇറങ്ങി ഈ കടത്തന്നെ നിൽക്കുമ്പോൾ ഞാൻ പറഞ്ഞു, റോക്കി, ഒരു കാർ ഉണ്ടായിരുന്നെങ്കിൽ നനയാതെ പോകരുതല്ലോ, നീ ഒരു കാറിന് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കാൻ പറഞ്ഞു. പെട്ടെന്ന് അദ്ദേഹം എടുത്ത് പറയുന്ന കാര്യമുണ്ടല്ലോ, ഞാൻ പ്രാർത്ഥിച്ചപ്പോൾ ദൈവം എന്നോട് പറഞ്ഞു, നമ്മളൊരുമിച്ച് UK ഒരു സ്റ്റേജിൽ നിൽക്കുമെന്ന്. ഞാൻ പറഞ്ഞു, ഇതല്ലല്ലോ ഞാൻ പറഞ്ഞത് എന്താ ഒരു വണ്ടിയുടെ കാര്യമല്ലേ പറഞ്ഞത്. പ്രൈസ് ഗോഡ്. ഇത് ഒത്തിരി വർഷങ്ങൾക്ക് മുമ്പുള്ള കാര്യമാണ്. 2008 ഞാൻ ആദ്യം UK വരുമ്പോൾ റോക്കിയുടെ ചർച്ചിൽ പ്രസംഗിക്കാൻ വേണ്ടി ഈ റോക്കി വിളിച്ച് ഞാൻ ആ ചർച്ചിൽ എഴുന്നേറ്റ് നിന്ന് സ്റ്റേജിൽ നിൽക്കുന്ന ഉടനെ റോക്കി എന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ അന്ന് പറഞ്ഞു, പണ്ട് ഞങ്ങളോട് പറഞ്ഞ ദൈവിക വാഗ്ദത്തമാണ്. പ്രൈസ് ഗോഡ്. അപ്പോൾ ഞാൻ അവിടെ നിന്നുകൊണ്ട് പറയാൻ ഉദ്ദേശിച്ച ഒരു കാര്യം, ഇതെൻ്റെ മനസ്സിൽ ഓർമ്മ വന്നുകൊണ്ട് ഞാൻ എടുത്ത് പറഞ്ഞു. പക്ഷേ അടുത്തൊരു കാര്യം എന്ന് പറഞ്ഞാൽ, ഇത്രയും പ്രശ്നത്തിന്റെ നടുവിൽ നിന്നിട്ട് ആശയെല്ലാം പോയിരിക്കുന്ന മനുഷ്യരോട് അവൻ പറയുക, ഭയപ്പെടേണ്ട, എന്നോട് അരുളി ചെയ്തതുപോലെ തന്നെ സംഭവിക്കും. ഈ കേൾക്കുന്ന ആരെങ്കിലും ഇന്ന് ദൈവസന്നിധിയിൽ ഇരിക്കുന്ന, അല്ലെങ്കിൽ ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന ആരെങ്കിലും ശ്രദ്ധിച്ചു കൊള്ളണേ. ദൈവം പറഞ്ഞിട്ടുണ്ട്, പല കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഒരു സാധ്യതയില്ല. എനിക്ക് മുന്നോട്ട് പോകാൻ കഴിയത്തില്ല, എൻ്റെ കാര്യങ്ങൾക്കെല്ലാം പ്രശ്നമാ, അങ്ങനെ ഇങ്ങനെ ഒക്കെ ചിന്തിക്കുന്നവർ ഇതിനെ കേൾക്കുന്നുണ്ടെങ്കിൽ നിന്നോടുള്ള ദൈവിക ഇടപെടൽ നീ മനസ്സിലാക്ക്. അരുളി ചെയ്തതുപോലെ തന്നെ സംഭവിക്കുമെന്ന് നീ ദൈവത്തെ വിശ്വസിക്കാൻ തയ്യാറാകുക. എൻ്റെ ദൈവം ഹല്ലേലൂയ, അവൻ പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ, മാറ്റമില്ലാത്തവൻ. അവൻ പറഞ്ഞാൽ അത് സംഭവിക്കും. നിശ്ചയം നിന്റെ ജീവിതത്തിൽ അത് സംഭവിക്കുമെന്ന് വിശ്വസിക്കാൻ തയ്യാറാകണം. പ്രൈസ് ഗോഡ്. ഇത്രയും പ്രശ്നങ്ങൾക്കകത്ത് കിടക്കുന്ന പൗലോസ് ധൈര്യത്തോടെ കൂടെ നിൽക്കുന്നവരോട് പറയുക, ധൈര്യമായിട്ടിരിക്കുന്നേ. എന്നോട് പറഞ്ഞ എൻ്റെ ദൈവം ഉണ്ടല്ലോ, പറഞ്ഞ പോലെ ചെയ്യും. പറഞ്ഞിട്ടുണ്ട്, പോകാൻ പറ്റും. ചക്രവർത്തിയുടെ മുൻപാകെ ഞാൻ നിൽക്കുമെന്ന് പറഞ്ഞെങ്കിൽ നിൽക്കും. അപ്പോൾ ഇതിനകത്തൊന്ന് വിടിവിക്കപ്പെട്ടിരും. എങ്ങനെയൊക്കെയാണെന്നുള്ളതിനെ കുറിച്ചൊന്നും പറഞ്ഞു കൊടുക്കാനായിട്ട് കഴിയുകയില്ല. പ്രൈസ് ഗോഡ്. ആ ഭാഗം ചിന്തിച്ചു വരുമ്പോൾ ഒന്ന് രണ്ട് കാര്യങ്ങൾ എന്നെ എപ്പോഴും പ്രൈസ് ഗോഡ് എൻ്റെ ഉള്ളിൽ തട്ടുന്ന ഒന്ന് രണ്ട് കാര്യങ്ങൾ. ഒന്ന്, അവൻ നല്ല ധൈര്യത്തോട് പറയുന്ന ഒന്നാമത്തെ കാര്യം എന്നറിയാം, അവൻ എൻ്റെ ഉടയവനാണ്. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. ഈ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ആർക്ക് നമ്മളോട് ഒരു കാര്യവും ഇല്ലെന്ന് തോന്നിയാലും, ആരും നമ്മളെ
ഗൗനിക്കുന്നില്ലെന്ന് തോന്നിയാലും നീ ഒരു അനാഥയല്ല. നിനക്കൊരു ദൈവം ഉണ്ടെന്നുള്ളത് നല്ല ബോധ്യമായിരിക്കണം. നിനക്കൊരു ഊട്ടയവൻ ഉണ്ടെന്ന്. പ്രൈസ് ഗോഡ്. ആ ഊട്ടയവൻ നിന്നെ ഈ കടലിന്റെ നടുവിൽ ഹല്ലേലൂയ ഇതിനകത്ത് വിട്ടുകളയത്തില്ല എന്ന് ഉറപ്പായിട്ട് വിശ്വസിക്കാൻ തയ്യാറാകണം. ഇത്രയും പ്രശ്നങ്ങൾ നടക്കുന്നതിനിടയിൽ ഇത്രയും പ്രോബ്ലംസ് അവിടെ ഇവിടെയായിട്ട് തലപൊക്കി പല വിഷയങ്ങൾ നടക്കുന്നു. ഈ ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന പകർച്ചവ്യാധിക്ക് ശേഷം ലോകം ഭയപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു ക്ഷാമം ഇതിന്റെ പുറകെ വരുന്നു എന്ന് എല്ലാവരും ഭയപ്പെട്ടുകൊണ്ടിരിക്കുന്നു. സാമ്പത്തിക മണ്ഡലം ഭയങ്കരമായിട്ട് ഉടഞ്ഞു പോകുമെന്നും ആർക്കും അതിനെ രക്ഷിക്കാൻ കഴിയാത്ത നിലവാരത്തിലേക്ക് ഇത് പോകുമെന്നും ഒക്കെ ചിന്തിക്കുന്ന ഒരു കൂട്ടം ജനത്തിന് നടുവിൽ അത് അങ്ങനെ തന്നെ സംഭവിച്ചെന്നിരിക്കാം. പക്ഷേ ഹല്ലേലൂയ, ഞാൻ ഇന്ന് രാവിലെ ഞങ്ങളുടെ പ്രയറിൽ ഞാൻ പാട്ട് പാടിയപ്പോൾ ഒരു പാട്ടിന്റെ ശീലം ഇങ്ങനെ പാടുവാനിടയായി. നമുക്കെല്ലാവർക്കും പരിചയമുള്ള പാട്ടാ. ആ പാട്ട് എൻ്റെ മനസ്സിലോർത്ത് പാട്ടുകാരൻ എത്ര ധൈര്യത്തോടെ അത് എഴുതിയത്. ക്ഷാമകാലത്തന്നെ ക്ഷേമമായി പോറ്റും. ഓ ഹല്ലേലൂയ, ക്ഷാമകാലത്തന്നെ ക്ഷേമമായി പോറ്റും എൻ്റെ ദൈവം. ശരിക്കും നമ്മുടെ ഉള്ളിൽ നമുക്കൊരു ബോധ്യം ഉണ്ടായിരിക്കണം. ഹല്ലേലൂയ, ദൈവം നമ്മളെ അനാഥയായി വിടത്തില്ലെന്നൊരു ബോധ്യം ഉണ്ടായിരിക്കണം. ഈ പറയുന്ന പൗലോസ് ഇത്രയും പ്രശ്നങ്ങളുണ്ടായി. ഇതെല്ലാം കഴിഞ്ഞിട്ട് ആ കപ്പൽ തകർന്നു പോയിട്ട് അവിടുന്ന് വെള്ളത്തിൽ വീണ് വെള്ളത്തിനകത്തൊരു പലകത്തുണ്ടെ പിടിച്ചു കിടക്കുന്ന പൗലോസിന്റെ അടുത്തേക്ക് ചെന്നിട്ട് അവന്റെ തോളെ തട്ടിയിട്ട് നമുക്ക് ചോദിക്കാം, പൗലോസേ, ഇതിന്റെ വല്ല കാര്യം ഉണ്ടായിരുന്നോ? നിനക്ക് പള്ളി നല്ല സ്ഥാനം ഉണ്ടായിരുന്നില്ല, ഇതൊക്കെ കളഞ്ഞിറങ്ങണമായിരുന്നോ? എന്തിനു വേണ്ടിയാ ഇതൊക്കെ ചെയ്തത്? അവസാനം എന്താണ്ട് ഈ ദൈവത്തിന്റെ പുറകെ ഇറങ്ങിയിട്ട് ഇങ്ങനൊക്കെ സംഭവിച്ചിരിക്കുന്നല്ലോ. ഇതാണ്ട വെള്ളത്തിനകത്തൊരു സ്വന്തമായിട്ട് കപ്പലുണ്ടായിരുന്നവനാ തണ്ടോ ഒരു പലകത്തുണ്ടെ മാത്രം പിടിച്ചു കിടക്കുന്നു. എന്തിനു വേണ്ടി എന്ന് ചോദിച്ചാൽ പൗലോസിനൊരു മറുപടി ഉണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. തീമോഥെയോസിനോട് അവൻ പറഞ്ഞ കൂട്ടത്തിൽ എടുത്തു പറഞ്ഞിരിക്കുന്ന ഒരു കാര്യമാണ്. ഹല്ലേലൂയ, ഞാൻ ആരെ വിശ്വസിച്ചിരിക്കുന്നു എന്ന് ഞാൻ അറിയുന്നു. ഹല്ലേലൂയ. 2 തീമോഥെയോസ് 1:12 ഞാൻ ആരെ വിശ്വസിച്ചിരിക്കുന്നു ഞാൻ അറിയുന്നു, അവൻ എന്റെ ഉപനിധി, ആ ദിവസം വരെ കാപ്പാൻ ശക്തൻ. ഞാൻ ചോദിക്കട്ടെ, ഇന്ന് ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന ഹല്ലേലൂയ ഓരോരുത്തരോടും ഞാൻ ചോദിക്കുകയാണ്, നീ ആരെയാ വിശ്വസിച്ചിരിക്കുന്നത്? എന്റെ അകത്ത് ബോധ്യമുണ്ടോ? ഹല്ലേലൂയ. ഏതെങ്കിലും ഒരു പാസ്റ്റർ പറഞ്ഞു കേട്ടിട്ടോ അല്ല. ഹല്ലേലൂയ. ഏതെങ്കിലും ഒരു മീറ്റിങ്ങിനകത്ത് അറ്റൻഡ് ചെയ്തത് കൊണ്ടോ യേശുവിനെ കണ്ടു എന്ന് പറഞ്ഞ് അതിന്റെ പുറകെ ഇറങ്ങിയിരിക്കുകയാ. ഹല്ലേലൂയ. അത്ര ഉള്ളായിരിക്കുമോ? ഒരു വിടുതൽ കിട്ടിയത് കൊണ്ട് ഇറങ്ങി തിരിച്ചതാണോ? ഇങ്ങനെയൊക്കെയുള്ള പല അനുഭവങ്ങളിലൂടെ വന്നവരൊക്കെ ഉണ്ട്. ഞാൻ അവരെല്ലാവരും നോക്കിയിട്ട് ചോദിക്കുന്നത്, ഇന്ന് പകൽ നിനക്ക് ഈ സമയത്ത് നിന്നോട് ദൈവത്തിന്റെ ആത്മാവ് ചോദിക്കുകയാണ്, നീ ആരെയാ വിശ്വസിച്ചിരിക്കുന്നത് നിനക്കറിയാമോ? Praise God. ഹല്ലേലൂയ. പൗലോസിന് നല്ല ധൈര്യം പറയാനുണ്ട്. ഞാൻ ആരെയാ വിശ്വസിച്ചിരിക്കുന്നതെന്ന് എനിക്കറിയാം. അവൻ എൻ്റെ ഉപനിധിയാ. ആ ദിവസം വരെ കാപ്പാൻ അവൻ ശക്തനാ. ഹല്ലേലൂയ. അവനേക്കാൾ ശക്തിയുള്ള മറ്റൊന്നില്ലെന്ന് പ്രിയമുള്ളവരെ. അവൻ കാക്കാമെന്ന് പറഞ്ഞ കാത്തിരിക്കും. ഹല്ലേലൂയ. പ്രൈസ് ഗോഡ്. അങ്ങനെ ശക്തനായ ഒരുവന്റെ പുറകെ നമ്മൾ ഇറങ്ങി തിരിച്ചിരിക്കുന്നത്. ഹല്ലേലൂയ. നമ്മുടെ ഉള്ളിൽ എത്രത്തോളം യേശുവിനെ കുറിച്ചുള്ള വിശ്വാസമുണ്ടെന്ന് എനിക്കറിയില്ല. എത്രത്തോളം യേശുവിനെ നിനക്ക് വെളിപ്പെട്ട് കിട്ടിയെന്ന് എനിക്കറിയില്ല. ഈ വചനം കേൾക്കുന്ന ഓരോരുത്തരോടും ഞാൻ ചോദിക്കുകയാണ്, ആരെയാ വിശ്വസിച്ചിരിക്കുന്നതെന്നുള്ളതിനെ കുറിച്ച് അകത്തൊരു ബോധ്യമുണ്ടോ? അകത്ത് നിനക്ക് ഹല്ലേലൂയ ഒരു കാഴ്ചപ്പാടുണ്ടോ? ഹല്ലേലൂയ. വിശ്വാസിയായി ജീവിക്കാൻ വേണ്ടി ഇറങ്ങിത്തിരിച്ചപ്പോ ദൈവത്തിന്റെ പുറകെ ഇറങ്ങി എന്ന് പറഞ്ഞ്, യേശുവിന്റെ പുറകെ ഇറങ്ങി എന്ന് പറഞ്ഞ് ഇറങ്ങിത്തിരിച്ചപ്പോ നിന്റെ ഉള്ളിൽ നിനക്കൊരു ബോധ്യം ലഭിക്കുന്നുണ്ടോ? നീ ആരെയാണ് വിശ്വസിക്കുന്നതെന്ന്? ഹല്ലേലൂയ. അവനെ കുറിച്ച് പൗലോസ് ധൈര്യത്തോട് പറയുന്ന വേറൊരു ഭാഗമുണ്ട്. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. അവനെ ഹല്ലേലൂയ. അവനെ ഫിലിപ്പിയ ലേഖനത്തിലാ പറയുന്നത്, നിങ്ങളിൽ നല്ല പ്രവൃത്തി ആരംഭിച്ചവൻ ഹല്ലേലൂയ അതിനെ തികയ്ക്കുമെന്ന് ഞാൻ ഉറപ്പായി വിശ്വസിച്ചിരിക്കുന്നുവെന്ന്. ഹല്ലേലൂയ. എനിക്ക് വളരെ രസകരമായിട്ട് തോന്നിയിട്ടുള്ളൊരു കാര്യമാണ്. യേശു ഈ ഭൂമിയിലായിരിക്കുമ്പോൾ വീട് പണിയുന്നവനെ നോക്കിയിട്ട് അവൻ പറഞ്ഞൊരു കാര്യമുണ്ട്.
വീട് പണിയുന്നതിന് മുമ്പേ നീ ഇരുന്ന് തീർപ്പാൻ വകയുണ്ടോ എന്ന് നോക്കിയിട്ട് പണി ആരംഭിക്കണമെന്ന്. ഇടയ്ക്ക് വെച്ച് നിർത്തിയിട്ട് അല്ലെങ്കിൽ ഇടയ്ക്ക് വെച്ച് അതിന് പ്രശ്നമുണ്ടായിട്ട് അത് കണ്ടിന്യൂ ചെയ്യാൻ പറ്റിയില്ലല്ലോ എന്ന് പറഞ്ഞ് ഹല്ലേലൂയ ഒരു പ്രശ്നത്തിലേക്ക് നീ പോകാതിരിക്കേണ്ടതിന് ഇരുന്ന് തീർപ്പാൻ വകയുണ്ടോ എന്ന് നോക്കിയിട്ട് തുടങ്ങണമെന്ന് വീട് പണിയുന്നവനോട് പറഞ്ഞ ഒരുവൻ. ഹല്ലേലൂയ, എൻ്റെ യേശു ഹല്ലേലൂയ എൻ്റെ അകത്ത് പണി തുടങ്ങുന്നതിന് മുമ്പേ തീർക്കാൻ വകയുണ്ടെന്ന് കണ്ടിട്ട എൻ്റെ അകത്ത് പണി തുടങ്ങിയതെന്ന് എനിക്ക് നല്ല ബോധ്യമാ. ഹല്ലേലൂയ, ഇടയ്ക്ക് വെച്ച് അവൻ പണി നിർത്തി കളയത്തില്ല. കാരണം കണക്ക് കൂട്ടി നോക്കിയപ്പോ എൻ്റെ അകത്ത് പണി തീർക്കാൻ കഴിയുമെന്ന് അവൻ കണക്ക് കൂട്ടിയിട്ടാ തുടങ്ങിയിരിക്കുന്നത്. ഇന്ന് പകൽ ഞാൻ ചോദിക്കട്ടെ, നിനക്ക് വിശ്വസിക്കാൻ കഴിയുമോ നിന്റെ ദൈവത്തെ? ആരെയാ വിശ്വസിച്ച് നിനക്കൊരു ബോധ്യമുണ്ടോ? അവൻ വഴിയിലിട്ടു പോകുന്നവനല്ല, പണി ഇടയ്ക്ക് വെച്ച് നിർത്തുന്നവനല്ല. ആരംഭിച്ച പണി പൂർത്തീകരിക്കുവാൻ, നിന്നെ കൊണ്ടുചെന്ന് എത്തിക്കുന്നിടത്ത് കൊണ്ടുചെന്ന് എത്തിക്കുവാൻ, അതിൻ്റെതായിട്ടുള്ള നിലവാരത്തിൽ കാര്യങ്ങൾ ചെയ്യാൻ അവൻ ഹല്ലേലൂയ അവനെ നമുക്ക് വിശ്വസിക്കാൻ കഴിയണം. വിശ്വസിക്കണം. Praise God. Hallelujah. കഴിവുള്ളവനാണെന്നേ അത് ചെയ്യാൻ തക്കവണ്ണം അവൻ പ്രശക്തനാണെന്നാണ് പൗലോസ് പറയുന്നത്. ഉറച്ചു വിശ്വസിക്കാൻ അവൻ പറയുന്നതിന് കാരണം അവന്റെ അകത്തെ ഉറപ്പാ പറയുന്നത്. എനിക്ക് നല്ല ഉറപ്പാ. ഹല്ലേലൂയ. അവൻ എന്നെ ആ ദിവസം വരെ കാപ്പാൻ ശക്തനെന്ന് ഞാൻ ഉറച്ചിരിക്കുന്നു. എന്നിൽ നല്ല വേല ആരംഭിച്ചവൻ അതിനെ തികയ്ക്കുമെന്ന് ഞാൻ പൂർണ്ണമായി വിശ്വസിച്ചുമിരിക്കുന്നു. ഹല്ലേലൂയ. ഇന്ന് പകൽ ഞാൻ ചോദിക്കട്ടെ, നിന്റെ അകത്ത് നല്ല പണി ആരംഭിച്ചവൻ, നല്ല വേല ആരംഭിച്ചവൻ അതിനെ തികയ്ക്കാൻ ശക്തനാണെന്ന് നിനക്ക് ഉറപ്പായിട്ട് വിശ്വസിക്കാൻ കഴിയുമോ? അല്ലെങ്കിൽ വഴിയിലിട്ടു പോകത്തില്ലെന്ന് പ്രശ്നം കണ്ടുകൊണ്ട് നീ ഇന്ന് രാവിലെ നിന്റെ ഹൃദയത്തിനകത്ത് നീ ചിന്തിച്ചിട്ടുണ്ടായിരിക്കാം. പ്രശ്നങ്ങൾ കണ്ടുകൊണ്ട് എങ്ങനെ മുന്നോട്ട് പോകുന്നു നിന്റെ ഹൃദയം ചിന്തിച്ചിട്ടുണ്ടായിരിക്കാം. ഇന്ന് പകൽ ഞാൻ ചോദിക്കട്ടെ, ഹല്ലേലൂയ, നിന്നെ വിളിച്ചിറക്കുന്നതിന് മുമ്പേ നിന്നെ വിളിക്കുന്നതിന് മുമ്പേ തീർക്കാൻ വകയുണ്ടെന്ന് കണ്ടിട്ട നിന്നെ വിളിച്ചിറക്കി നിന്റെ അകത്ത് പണി തുടങ്ങിയതെങ്കിൽ ഹല്ലേലൂയ, ഇന്നത്തെ നിന്റെ പ്രശ്നങ്ങൾ അത് നിന്നെ തീർത്ത് കളയത്തില്ല. നിന്നെ വഴിയിൽ വെച്ച് നശിപ്പിച്ച് കളയത്തില്ല. ഇവിടെ കൊണ്ട് അവസാനിപ്പിച്ച് കളയത്തില്ല. നിന്നെ പൂർണ്ണതയിലെത്തിക്കുവാൻ തക്കവണ്ണം നിന്റെ അകത്ത് പണി തുടങ്ങിയവൻ അത് പണിത് പൂർത്തീകരിക്കുമെന്ന് ഇന്ന് പകൽ നിനക്ക് വിശ്വസിക്കാൻ കഴിയണം. ഹല്ലേലൂയ. കാറ്റടിക്കുന്നത് കണ്ട് അതിനകത്ത് വെളിച്ചമില്ലാതെ ഇരുട്ടിൽ ദിവസങ്ങൾ 14 ദിവസങ്ങൾ കടന്നു കണ്ടിട്ട് 275 പേർക്കും ഒരേ വാക്കിൽ പറയാനുള്ളൂ ഇനി മുന്നോട്ടൊന്നും ഇല്ല എന്ന്. പക്ഷെ 275 പേരും ഇല്ലെന്ന് പറഞ്ഞാലും എഴുന്നേറ്റ് ഒരുവൻ പറയും, അല്ല, ഇതിനകത്ത് നിന്ന് രക്ഷപ്പെട്ട അപ്പുറത്തൊരു ജീവിതമുണ്ട്. ഇതിനകത്ത് നിന്ന് രക്ഷപ്പെട്ട അപ്പുറത്തേക്ക് ഞങ്ങൾ പോകും. ഹല്ലേലൂയ. എന്താ കാര്യം? അവൻ പറയും, ഞാൻ വെറുതെ ഇറങ്ങി തിരിച്ചവനല്ല. ഞാൻ ഒരാളുടെ പുറകെ ഇറങ്ങി തിരിച്ചത്. ആരുടെ പുറകെ ഇറങ്ങി തിരിച്ചത് എനിക്ക് നല്ല ബോധ്യമാ. എനിക്ക് അവനെ നല്ല വിശ്വാസമാ. ആരുടെ പുറകെ ആരെ വിശ്വസിച്ചിരിക്കുന്നു എനിക്കറിയാം. അവൻ എന്റെ ഉപനിധിയാ. ഹല്ലേലൂയ. ഇവിടെ വഴിയിൽ വെച്ച് ഈ കടലിനകത്ത് വെച്ച് നശിക്കത്തില്ലെന്ന് പൗലോസിന് നല്ല ബോധ്യമുണ്ട്. കാരണം പറഞ്ഞത് അതുപോലെ അരുളിച്ചതിന് നിവർത്തി ഉണ്ടാകുമെന്ന് അവൻ വിശ്വസിച്ചു. ഹല്ലേലൂയ. അങ്ങനെയാണെങ്കിൽ ഇന്ന് പകൽ ഞാൻ പറയട്ടെ, ഇത്രത്തോളം ഈശാന മൂലന്റെ കാറ്റിന്റെ മുമ്പിൽ ഇരുട്ടും വെളിച്ചവും തിരിച്ചറിയാൻ കഴിയാത്ത രീതിയിൽ അകപ്പെട്ട് കിടന്നവൻ വിശ്വസിച്ചുവെങ്കിൽ അവന്റെ ജീവിതത്തിൽ അവൻ വിളിച്ചു പറയുകയാ, നിനക്ക് വിശ്വസിക്കാൻ കൊള്ളാവുന്ന ഒരാൾ ഹല്ലേലൂയ എന്റെ യേശു മാത്രമാണ്. Praise God. പ്രശ്നങ്ങൾ കണ്ട് അതിനകത്തേക്ക് നോക്കി നിന്റെ ജീവിതത്തെ ഹല്ലേലൂയ അവസാനിപ്പിക്കുവാൻ, ഹല്ലേലൂയ ജീവിതത്തെ നശിപ്പിക്കുവാൻ നിൽക്കാതെ ദൈവത്തിന്റെ കൃപയിൽ ശരണപ്പെടാൻ ദൈവകരത്തിലേക്ക് നമുക്ക് സമർപ്പിച്ചു കൊടുക്കാം. ഈ പകൽ ഹല്ലേലൂയ ദൈവത്തിന്റെ കൃപ ഇവിടെ വ്യാപരിക്കുന്നു. നിന്റെ നീ ഏത് ഭവനത്തിനകത്തിരിക്കുന്നു, എവിടെ ഇരുന്ന് നീ ഇത് കേൾക്കുന്നു? വിവിധ സ്ഥലങ്ങളിലായിരിക്കും നീ ഇരുന്ന് കേൾക്കുന്നത്. കേൾക്കുന്നിടത്ത് നിന്റെ ചെവിയിലേക്ക് എത്തുന്ന ദൈവവചനത്തിന്റെ ശബ്ദത്തിനകത്ത് ഹല്ലേലൂയ ഇടപെടുന്ന ദൈവിക ഇടപെടലിനകത്ത് ഹല്ലേലൂയ നിന്റെ ഹൃദയത്തെ ഒന്ന് ഏൽപ്പിച്ചു കൊടുക്ക്. ഈ ഹൃദയം വിശ്വാസമുള്ള നല്ല ഹൃദയമായി ദൈവസന്നിധിയിൽ ഏൽപ്പിക്കപ്പെടേണ്ടതിന് ദൈവസന്നിധി നമുക്ക് സമർപ്പിച്ചു കൊടുക്കാം. ദൈവത്തിന്റെ കൃപ ഇന്ന് പകൽ വ്യാപരിക്കുന്നുണ്ട് പ്രിയമുള്ളവരെ. അത് നിന്റെ മേൽ ഹല്ലേലൂയ കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോരുത്തരുടെ മേലും അത് ശക്തിയോട് ബലത്തോട് വെളിപ്പെട്ടു വരട്ടെ. ഹല്ലേലൂയ. അതിനായിട്ട് നമുക്ക് ദൈവസന്നിധിയിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കാം.
കൊടുക്കാം. നമ്മുടെ ഹൃദയത്തെ സൂക്ഷിക്കാൻ ഹല്ലേലൂയ ദൈവസന്നിധിയിൽ നമുക്ക് സമർപ്പിച്ചു കൊടുക്കാം. ഹൃദയത്തിനകത്ത് വിശ്വാസത്തോടെ ഇരിക്കാൻ തക്കവണ്ണം ഒരു കാര്യം ഉള്ളിൽ എഴുതപ്പെടട്ടെ. വിശ്വസിച്ചിരിക്കുന്നത് എന്റെ യേശുവിനെയാണെന്നുള്ള ബോധ്യമകത്തുണ്ടാവട്ടെ. അതിനായിട്ട് നമുക്ക് ദൈവസന്നിധിയിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കാം. കണ്ണുകൾ അടയ്ക്കാം. ഒരു വാക്ക് ഞാൻ പ്രാർത്ഥിക്കുന്നു. ദൈവത്തിന്റെ ആത്മാവിന്റെ സാന്നിധ്യം ഇവിടെ ഉള്ളപ്പോ, ദൈവകൃപ നമ്മുടെ മേൽ നിലനിൽക്കുമ്പോ, ദൈവസന്നിധിയിൽ നാമായിരിക്കുമ്പോ ഹല്ലേലൂയ വിശ്വസിക്കാൻ തയ്യാറാക. ഹല്ലേലു വഴിയിലിട്ടു പോകുന്നവനല്ല, വേലയെ ആരംഭിച്ചവൻ അത് തികയ്ക്കാൻ ശക്തനാ. അവൻ തീർപ്പാൻ വകയുണ്ടെന്ന് നോക്കിയിട്ട പ്രിയ സഹോദര സഹോദരി, നിന്റെ അകത്തൊരു വേല അവൻ ആരംഭിച്ചത്. തീർപ്പാൻ വകയുണ്ടെന്ന് കണ്ടിട്ട നിന്റെ കുടുംബത്തിനകത്ത് അവൻ ഒരു വേല ആരംഭിച്ചത്. ഹല്ലേലൂയ അത് തീർപ്പാൻ അവനാണ് തീർക്കുന്നത്, അവനാണ് പണിയുന്നത്, അവനാണ്. ഹല്ലേലൂയ അതുകൊണ്ട് ആ കരത്തിലേക്ക് നമുക്ക് സമർപ്പിച്ചു കൊടുക്കാം. സ്വർഗത്തിലെ ദൈവമേ, അവിടുന്ന് സഹായിക്കണേ. ദൈവകൃപയുടെ വ്യാപാരത്തെ ഹല്ലേലൂയ തന്റെ ജനത്തിന്റെ മേൽ പകരുന്ന ദൈവത്തിന്റെ സ്നേഹത്തിനായി സ്തോത്രം ചെയ്യുന്നു. ഈ വചനം കേൾക്കുന്ന ഓരോരുത്തരെയും അവിടുത്തെ കരത്തിൽ ഏൽപ്പിക്കുന്നു. നന്മയ്ക്കായി, കൃപയ്ക്കായി. ഹല്ലേലൂയ സ്തോത്രം കർത്താവേ, ജീവനായി. ഹല്ലേലൂയ ഓരോരുത്തരുടെ മേൽ അത് വെളിപ്പെട്ടു വരേണ്ടതിന്, അരുളിച്ചതിന് ഓരോന്നിനും അവരുടെയൊക്കെ ജീവിതത്തിൽ നിവൃത്തി ഉണ്ടാകേണ്ടതിന് കർത്താവേ, വചനം കേൾക്കുന്നവരെ ദൈവസന്നിധിയിൽ സമർപ്പിച്ച് ഞാൻ പ്രാർത്ഥിക്കുന്നു. സ്വർഗ്ഗം എല്ലാവരെയും സഹായിക്കണമേ, ദൈവകൃപ കൊണ്ട് നിറയ്ക്കണമേ. തിരുനാമത്തിന്റെ മഹത്വത്തിനായി അവിടുത്തെ കരത്തിൽ ഏൽപ്പിക്കുന്നു. സ്വർഗ്ഗം അത് ചെയ്യുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. അനുഗ്രഹത്തോടെ, കൃപയോടെ, കർത്താവേ സന്തോഷത്തോടെ, സമാധാനത്തോടെ ജീവിക്കുവാൻ കർത്താവ് എല്ലാവരെയും സഹായിക്കണമേ. അവിടുത്തെ കരത്തിലേക്ക് ഏൽപ്പിക്കുന്നു. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം, യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. ഇങ്ങനെ ഒരു ക്രമീകരണത്തിൽ ഹല്ലേലൂയ ഈ സമയത്ത് ഒരുമിച്ചായിരിക്കാൻ കർത്താവ് കൃപ ചെയ്തത് ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ജീവവചനം എന്ന ഹല്ലേലൂയ ഈ പ്രോഗ്രാമിൽ മെസ്സേജ് തരുവാൻ തക്കവണ്ണം എന്നെ ക്ഷണിച്ച എൻ്റെ സ്നേഹിതൻ പ്രിയ സുനിയോടുള്ള നന്ദി അറിയിക്കുന്നു. കർത്താവ് എല്ലാവരെയും സഹായിക്കട്ടെ.